ഇതേപോലെ എം എൽ എ പറ്റി വലിയ ആൾക്കാരെ കുറ്റമൊന്നും പറയണില്ല, പൊതുവായിട്ട് വലിയ കുഴപ്പമില്ലാന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരെ കാര്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അവർക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. റോഡിൻ്റെ അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ ആൾ ഒന്നുകൂടി ശ്രദ്ധ വെച്ചാൽ അടുത്ത പ്രാവശ്യം ആൾ നിൽക്കുകയാണെങ്കിൽ ഉഷാറായി വിജയിക്കും. കുറേ പുരോഗമനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുകൾ വെച്ചാൽ ഇപ്പോൾ ആ പാലത്തിൻ്റെ പ്രശ്നം തന്നെ ഉള്ളൂ, അങ്ങാടിപ്പുറത്തിൻ്റെ ഭാഗത്തൂടെയുള്ള പ്രശ്നം തന്നെ ഉള്ളൂ. കാര്യമായിട്ട് കുഴപ്പമൊന്നും കാണാനില്ല. 5 വർഷത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും ഇപ്പോൾ ഈ 5 വർഷം കൊണ്ട് ഉണ്ടായിട്ടില്ല. ഇവിടെ മെയിനായിട്ട് ഇവിടെ തീരേണ്ട കാര്യം ഇപ്പോൾ ഈ അങ്ങാടിപ്പുറം ബ്ലോക്കാണ്. ഇപ്പോൾ സമയം 4:30. ഇപ്പം പോയി നോക്കിയാൽ കാണാം. എങ്ങനെയായാലും ആ പാലം കടക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5:30 മണിയോ ഒരു മണിക്കൂറാണ് ബ്ലോക്ക് പെട്ട് കിടക്കും. ഇതിനൊക്കെ വലിയ പരിഹാരം ഉണ്ടാകണ്ടേ? വികസനം നിന്നാലിപ്പോൾ വരണപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഇവിടെ പൊതുവേ അങ്ങാടിപ്പുറം നാഷണൽ ഹൈവേ അങ്ങനത്തെ ഒരു റോഡ് ഗതാഗതത്തിൻ്റെ ഒരു ചെറിയ ഇതുണ്ട്, ബ്ലോക്കിൻ്റെ ഒരു സീനുണ്ട്. എംഎൽഎനെ കാര്യമായിട്ട് കാണുന്നത് സോഷ്യൽ മീഡിയയിലാണ്. മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരു MLA എന്നുള്ള നിലക്ക് നടത്തിയ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ ഒന്നും കാര്യമായിട്ട് കാണാനില്ല. MLA ആയിട്ട് ഇവിടെ എന്തെങ്കിലും കൊണ്ടുവന്നോ ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളെ ഭാഷയിൽ പറഞ്ഞാൽ സോഷ്യൽ മീഡിയ. അപ്പോൾ എന്തായാലും ഒരു സമ്മിശ്ര പ്രതികരണമാണ് അങ്ങനെ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്.